ഇന്ന് നമുക്ക് വെറും 3 ചേരുവകൾ ചേർത്ത് ആവിയിൽ വേവിച്ച് ഒരു സോഫ്റ്റ് സ്പോഞ്ചി കേക്ക് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മുട്ടയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അത് മുട്ടയിൽ അലിഞ്ഞു ചേർന്നോളും. ഹൈ സ്പീഡിലിട്ട് ഒരു 6-7 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ഇത് ആദ്യം എടുത്തതിൻ്റെ ഒരു 3 മടങ്ങ് വോളിയമായി വരണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ മണം കുറച്ച് ബാലൻസായി നിൽക്കും. ഇതിപ്പം ഏകദേശം ഒരു 7 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ എയർ ബബിൾസ് എല്ലാം പോവും. അപ്പോൾ കേക്ക് അത്ര സ്പോഞ്ചി ആയിരിക്കത്തില്ല. അതുകൊണ്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഫ്ലവർ എല്ലായിടത്തും എത്തുകയും വേണം. മൈദ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മൈദ ഒക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് ഇളക്കി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇനി നമുക്ക് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈസി ആയിട്ട് കേക്ക് ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മിക്സ് ആ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. കേക്കിൻ്റെ മിക്സ് ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഈ കേക്കിനകത്തേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കേക്ക് മിക്സ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. കേക്ക് മിക്സ് നമ്മൾ ആവിയിൽ വേവിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം വേണം ഈ മിക്സ് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ നിന്ന് എടുത്തതിന് ശേഷം അത് വെന്തോന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ചൂടാറാൻ വെക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു നൈഫ് വെച്ചൊന്ന് ഓടിക്കുവാണെങ്കിൽ ഈ കേക്ക് പുറത്തേക്ക് വരാൻ ഈസി ആയിരിക്കും. നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണിത്. എന്നാലും വളരെ സോഫ്റ്റാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്.
കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.